വലിയ സങ്കടവും പ്രയാസമുണ്ട്. ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുകയാണ്, കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതവും വളരെ വേദനാജനകവുമായ ദുരന്തത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ള അനുശോചനം അറിയിക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പ്രകൃതി ഒരുക്കിയ വികൃതിയിൽ ജീവൻ പൊലിഞ്ഞ ആ 4 സുഹൃത്തുക്കൾക്കും ജന്മനാട് ഇന്ന് കണ്ണീരോടെ വിട നൽകും. മങ്കട കോഴിക്കാട്ടുപറമ്പ് തസ്കർ ഓഡിറ്റോറിയത്തിലെ പൊതുദർശനത്തിനു ശേഷം വെള്ളിലമലയിൽ റഹ്മാനിയ ജുമാ മസ്ജിദിലെ മഹല്ലിലാണ് ഖബറടക്കം. കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് നമ്മെ വിട്ടുപിരിഞ്ഞ ആ പ്രിയ കൂട്ടുകാർക്ക് ചാനൽ 10 ന്യൂസിന്റെ അന്ത്യാഞ്ജലി. മഴക്കാലമായാൽ മങ്കട വെള്ളിലയിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിന് ഒരു പ്രത്യേക ഭംഗിയാണ്. കോടമഞ്ഞ് തഴുകുന്ന കുരങ്ങൻചോലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പതിവ് പോലെ പോയതായിരുന്നു ആ 7 യുവാക്കൾ. എന്നാൽ അവരുടെ ജന്മനാട്ടിൽ തന്നെയുള്ള സായാഹ്നങ്ങളെ എന്നും ആസ്വദിക്കാനായി അവരെത്തുന്ന കുരങ്ങൻചോല അവർക്കായി ഒരുക്കിയ ചതി അറിയാൻ ആ 7 അംഗ സംഘത്തിന് കഴിയാതെ പോയി. കഴിഞ്ഞ ദിവസവും ആ സുഹൃത്തുക്കൾ കുരങ്ങൻചോലയിലെത്തി. എന്നാൽ ആർത്തു പെയ്ത പേമാരിക്കൊപ്പം അപ്രതീക്ഷിതമായി എത്തിയ ഇടിമിന്നൽ ആ സുഹൃത്തുക്കളിൽ 4 പേരുടെ ജീവനെടുത്തു. ദുരന്തം മിന്നൽ വേഗത്തിലെത്തിയ വാർത്ത ഞെട്ടലോടെയാണ് നാടറിഞ്ഞത്. നാടിന്റെ പൊന്നോമനകളായിരുന്നവർ, നാട്ടിൽ എന്തിനും മുന്നിൽ ഓടിയെത്തുന്നവർ, ഏവർക്കും സഹായമായിരുന്നവർ, കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും തല്ലുകൂടിയും പരസ്പരം താങ്ങും തണലുമായി നിന്നിരുന്ന ഉറ്റ സുഹൃത്തുക്കൾ ഇന്നില്ലെന്ന് വിശ്വസിക്കാനാകാതെ നാടും വീടും നാട്ടുകാരും. നമുക്കൊക്കെ വലിയ സങ്കടവും പ്രയാസമുണ്ട്. ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുകയാണ്, കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാവരും, നേതൃരംഗത്തുള്ള എല്ലാവരും ഉണ്ട്. നമുക്കൊക്കെ ഈ നാട് മുഴുവനും അവർക്ക് യാത്രാമൊഴി നൽകുന്ന ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, അവരുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ 3 കുട്ടികൾ ഇപ്പോഴും മൗലാന ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും അവരുടെ കുടുംബത്തിനൊക്കെ ഒരു ക്ഷമ നൽകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. ഇന്നലെയാണ് നാടിനെ നടുക്കി ദാരുണമായ ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ മുതൽ തന്നെ കുടുംബവുമായും മറ്റും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. മഞ്ചേരിയിലും അതുപോലെ തന്നെ പരിക്കേറ്റവർ മൗലാനയിലുമായിട്ട് ചികിത്സ തേടിയിരുന്നു. സ്വാഭാവികമായിട്ടും നേരത്തെ ദൗർഭാഗ്യകരമാണ്, നമ്മുടെ നാട്ടിൽ തുടർച്ചയുണ്ടാകുന്ന 2ാമത്തെ ഒരു ദുരന്തമാണ്. അത് ദൗർഭാഗ്യകരമാണ്. നാടൊന്നാകെ അവരുടെ കൂടെയുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അവരുടെ ദുഃഖത്തിൽ ഇനി മുമ്പോട്ടും നമ്മൾ ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. അനുശോചനം രേഖപ്പെടുത്തുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ ഏകദേശം 5 മണിയോടെയാണ് ആ മിന്നൽ ഭൂമിയിൽ പതിച്ചത്. ആ മിന്നൽ തകർത്തത് 4 യുവാക്കളുടെ സ്വപ്നം. 7 പേർക്കും മിന്നലേറ്റു. അതുവഴി ചായ വിറ്റ് നടന്നിരുന്ന ആളാണ് ഇവരെ അനക്കമില്ലാതെ കുരങ്ങൻചോലക്കുന്നിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. 6 പേരെ ആദ്യം കണ്ടെത്തി. ഒരാളെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും മറ്റ് സന്നദ്ധ പ്രവർത്തകരും നടത്തിയ നീണ്ട തിരച്ചിലിനൊടുവിൽ 7 മണിയോടെ കണ്ടെത്തി. പുതുക്കുടിയിൽ വീട്ടിൽ അലിയുടെ മകൻ റഹീസ്, പുത്തൻ വീട്ടിൽ കൂരിമണ്ണിൽ സെയ്തലവിയുടെ മകൻ ബഹാസ്, ആലിക്കപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ്, കറുത്താൻകുത്ത് നിസാറിന്റെ മകൻ ഫഹദ് എന്നിവരാണ് മരിച്ചത്. കറുത്താൻകുത്ത് റോഷൻ, വെള്ളിലമലയിൽ മുഷ്താഖിന്റെ മകൻ ഇഷ്ഹാദ്, വെള്ളിലമലയിൽ പുതുക്കുടി അലിയുടെ മകൻ സൽമാനുൽ ഫാരിസ് എന്നിവർ ചികിത്സയിലുണ്ട്. ഇവരെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിലും തുടർന്ന് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ ഇഷ്ഹാദിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സൽമാനുൽ ഫാരിസിന്റെ അവസ്ഥയും ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണേ എന്ന പ്രാർത്ഥനയിലാണ് ഒരു നാടൊന്നടങ്കം. കയ്യെത്തും ദൂരത്ത് സ്വന്തം മക്കൾ മിന്നലേറ്റ് വീണതറിയാൻ കഴിയാത്തതിൽ സ്വയം പഴിക്കുകയാണ് ഒരു നാട്. ആ മിന്നൽ വന്നിടിച്ചത് അവരുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കൂടിയായിരുന്നു. ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ പ്രദേശം നിൽക്കുന്നത്. 4 ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവാക്കളുമായിട്ടുള്ളവരാണ് ഈ നാടിന് നഷ്ടപ്പെട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രകൃതി ദുരന്തമായതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഈ വെക്കേഷൻ ആയതുകൊണ്ട് നിരവധി യുവാക്കളും അതുപോലെ വിദ്യാർത്ഥികളുമൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സന്ദർശനത്തിന് പോകാറുണ്ട്. അവിടെ ഇത്തരം അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ അടിയന്തരമായ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് അധികൃതരുടെ ആവശ്യമാണ്. ഇവരുടെ ദുരന്തം അല്ലെങ്കിൽ ഇവരുടെ മരണം ഈ പ്രദേശം എത്രത്തോളം ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നതിന് തെളിവാണ്
ഇവിടെ കൂടിയിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ എത്തിയിട്ടുള്ള തന്നെ ഓരോ കുടുംബത്തിനും അവർക്ക് ഭാവിയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് നഷ്ടപ്പെട്ടത്. ആ കുടുംബങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടപരിഹാരം നൽകേണ്ടത് ആവശ്യമാണ്. ആ കുടുംബങ്ങൾ എല്ലാവരുടെയും ദുഃഖത്തിൽ, നാട്ടുകാരുടെ ദുഃഖത്തിലും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും പങ്കുചേരുന്നു. ആ ദുഃഖം താങ്ങാനുള്ള കരുത്ത് ആ കുടുംബത്തിന് നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളൊരു ദുരന്തം അഭിമുഖീകരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെ അധ്യാപകരുടെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ നമുക്ക് നമ്മളെ കൊച്ചുകുട്ടികളാണ്. എന്തായാലും നമുക്കതിന് ഭയങ്കരമായിട്ട് എന്താണ് പറയുക, നമ്മളെ ആ കുടുംബത്തിന് നല്ല ശക്തി കിട്ടട്ടെ. എന്തായാലും ഭയങ്കരമായിട്ട് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു രംഗമാണ്. ഇന്നലെ 6 മണിയോടുകൂടി നമ്മൾ ഈ ദുരന്ത വാർത്ത നമ്മൾ അറിഞ്ഞത് വലിയ നൽകുന്നൊരു വാർത്തയായിരുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി. ഈ ഒരു നാടിന്റെ ദുഃഖം, അതുപോലെ ഈ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ആദരാഞ്ജലികളാണ്. ഇടിമിന്നൽ പിളർന്നു വീണ നിമിഷം, കുരങ്ങൻചോലയുടെ നിശബ്ദതയോടൊപ്പം പല വീടുകളിലെയും സന്തോഷവും തകർന്നു വീണു. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ മക്കൾ ഇനി തിരികെ വരില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ കണ്ണീരിൽ മുങ്ങുകയാണ് വീട്ടുകാർ. റഹീസും ബഹാസും സിയാദും ഫഹദും ഓരോ പേരിനും പിന്നിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നു. കുടുംബത്തിന്റെ പ്രതീക്ഷകളായിരുന്നു. കൂട്ടുകാർക്ക് എല്ലായ്പ്പോഴും ഒപ്പമുണ്ടായിരുന്ന ചിരിമുഖങ്ങളായിരുന്നു. ഇനി അവരില്ല. സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് അവർ പോയി. നമ്മുടെ നാടിനെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കടന്നുപോയിരിക്കുന്നത്. വളരെ അപ്രതീക്ഷിതവും വളരെ വേദനാജനകവുമായ ദുരന്തത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ള അനുശോചനം അറിയിക്കുകയാണ്. അപ്പോൾ ഈ നാട് മുഴുവൻ ഈ ദുഃഖത്തിൽ പങ്കാളിയാവാൻ വേണ്ടി ഇവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. പ്രതീക്ഷിച്ചതിലും വൈകി പൊതുദർശനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ കുട്ടികളെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. എന്തിനും ഒരുമിച്ചായിരുന്നവരുടെ അവസാന യാത്രയും ഒരുമിച്ച് തന്നെ. മങ്കട കോഴിക്കോട്ടുപറമ്പ് തസ്കർ ഓഡിറ്റോറിയത്തിലെ പൊതുദർശനത്തിന് ശേഷം വെള്ളിമലയിലെ റഹ്മാനിയ ജുമാ മസ്ജിദിലെ മഹലിലാണ് 4 പേരെയും ഖബറടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് മരണത്തിൽ പോലും പിരിയാത്ത കൂട്ടുകാരെ ഒരു നോക്ക് കാണാൻ തസ്കർ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രകൃതി എന്നും സുന്ദരി തന്നെയാണ്. എന്നാൽ പ്രകൃതി നമുക്കായി ചിലപ്പോൾ ഇത്തരം ചതികളൊരുക്കും. മഴയുടെ ഭംഗി ആസ്വദിക്കാൻ പലയിടങ്ങളിലും പോകുന്നവർ നനയ്ക്കാതെ വരുന്ന അപകടങ്ങളെക്കുറിച്ചും സദാ ജാഗരൂകരാകണം. നിങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഈ നോവിനെ മറക്കാൻ ആ കുടുംബങ്ങൾക്കും നാടിനും സാധ്യമാകട്ടെ. ചാനൽ 10 പെരിന്തൽമണ്ണ. We create your future and the world safe in our hands. We need to prepare our students for their future because we are preparing students for jobs that have not been invented yet. We should be preparing students to be global. 21st century citizens are lifelong learners. Discipline is our first aim. We are trying to make the basic foundation stronger with highly skilled teachers. We encourage your kids' talents. World-class environment. Getting an international level of education to children of common people was out of dreams till yesterday. We just started. AUP School, Padaikara, Perindalmanna.